അപ്പൊ ഏതാണ്ട് 77-78 കാലഘട്ടം മുതൽ നോമ്പ് നോക്കുന്ന ആളാണ് ഞാൻ. എനിക്ക് ബിസ്മി ചൊല്ലി തന്നെ നോമ്പ് തുറക്കാനും അറിയാം. ഒരു സലാം പറഞ്ഞാൽ തിരിച്ച് അലൈക്കും സലാം അല്ലെങ്കിൽ സലാം എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ആളല്ല ഞാൻ. അതിന് ഫുൾ ടെക്സ്റ്റ് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. അപ്പോ പടച്ചവൻ തന്ന അരിമണി പാഴാക്കരുത് എന്ന് പറയുന്നത് ജീവിതത്തിൽ തത്വം ആക്കിയിരിക്കുന്ന വ്യക്തിയാണ്. അത് എൻ്റെ അച്ഛനെയും ഞാൻ കണ്ടുപഠിച്ചിട്ടുണ്ട്, എൻ്റെ മക്കൾ എന്നെയും കണ്ടുപഠിച്ചിരിക്കുന്നു. എല്ലാവരും കഴിക്കുന്ന പാത്രം വിരൽ വെച്ച് വടിച്ച് വിരലുകൾ മുഴുവൻ വൃത്തിയാക്കി, അങ്ങനെ ഒരു പാരമ്പര്യം തന്നെയാണ്. നമസ്കാരം. 1977 മുതൽ 1988 വരെ എൻ്റെ പഠനകാലത്ത്, ഡിഗ്രി പഠനകാലത്ത് ഞാൻ കൃത്യമായി തന്നെ നോമ്പ് അനുഷ്ഠിക്കുകയും നോമ്പ് കൃത്യമായ രീതിയിൽ തന്നെ ബിസ്മി ചൊല്ലി വീടുകയും എല്ലാം ചെയ്തിട്ടുള്ള ആൾ തന്നെയാണ്. ഇതെൻ്റെ വാക്കുകളല്ല. തൃശ്ശൂരിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സുരേഷ് ഗോപി ഒരു പൊതുയോഗത്തിൽ പ്രസംഗിക്കുമ്പോൾ പറഞ്ഞതാണ്. സുരേഷ് ഗോപി ഒരു നോമ്പ് തുറയുമായി ബന്ധപ്പെട്ട് നോമ്പ് തുറ വേളയിൽ പള്ളിയിൽ നിന്ന് കിട്ടിയ തരിക്കഞ്ഞി കുടിച്ചതിന് ശേഷം പ്ലേറ്റിൽ അവശേഷിച്ചിരുന്നത് വടിച്ചു കുടിക്കുന്ന ഒരു രംഗം കാണുകയുണ്ടായി. ഇതേക്കുറിച്ച് കേരള കോൺഗ്രസ് ബി നേതാവും പൊതുഗതാഗത വകുപ്പ് മന്ത്രിയായ KB ഗണേഷ് കുമാർ അതിരൂക്ഷമായ രീതിയിൽ വിമർശിച്ചുകൊണ്ട് ഒരു പൊതുയോഗത്തിൽ പ്രസംഗിക്കുകയുണ്ടായി. നിസ്കരിക്കുന്നതിന് മുമ്പ് ചെയ്ത എല്ലാ ചടങ്ങുകളും ചോദിച്ചു മനസ്സിലാക്കി. ഇന്നലെ എൻ്റെ പേടി ഏതായാലായിരുന്നു, സുരേഷ് ഗോപി കയറി നിസ്കരിച്ച് കളയുമെന്ന് പേടിച്ചു. പള്ളിക്കകത്ത് കയറി നിസ്കരിച്ച് കളയുമെന്ന് ചെയ്യണം. അഭിനയം ഭയങ്കരമാണ്. കാരണം നോമ്പ് വെഞ്ചി ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്ന നമുക്ക് തള്ളവരിലിട്ട് നക്കിത്തിൻ നാളെ കള്ളത്തരം. ഇതൊക്കെ കേരളത്തിൽ പണ്ട് കണ്ടതല്ലേ? യൂത്ത് കോൺഗ്രസ്സുകാരന്മാർ കോളേജ് ഇലക്ഷനിൽ കാണിച്ച അതേ നാടകങ്ങളല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്? യൂത്ത് കോൺഗ്രസ്സുകാർ കോളേജ് ഇലക്ഷനിൽ നടക്കുന്ന പേരുണ്ട്, കാലിത്തൊട്ട് വീഴുക, ആമെന്ന് വീഴുക. അതല്ലേ നടക്കുന്ന. ഒരാള് ജീവിതത്തിൽ നോമ്പ് കഞ്ഞിയാണെങ്കിൽ ഒരു പാത്രം ചോദിച്ചാൽ ഇഷ്ടം പോലെ കൊടുക്കത്തില്ലയോ? നമ്മളൊക്കെ കഴിയുമ്പോൾ 5-6 പാത്രമാണ് കുടിക്കുന്നത്. ഇത് പകലും കൂടെ നുണ്ട് കുടിച്ച് കിടന്നിട്ട് വൈകിട്ട് ഈ നോമ്പ് കഞ്ഞി കണ്ടപ്പം ജീവിതത്തിൽ കഞ്ഞി കാണാൻ തനക്ക് തള്ളവരലിൽ നാക്കി വെക്കുക. ഈ നാടകം ആളുകളെ കബളിപ്പിക്കാനുള്ള നാടകം. ഗണേഷ് കുമാർ ഇങ്ങനെയാണ് സുരേഷ് ഗോപിയുടെ തരിക്കഞ്ഞി കുടിക്കലിനെ കുറിച്ച് വിസ്തരിച്ചത്. സുരേഷ് ഗോപി കഞ്ഞി കുടിക്കാതെ വിഷമിക്കുന്ന ആളുകൾ, പട്ടിണി കിടക്കുന്ന ആളുകൾ എങ്ങനെയാണ് കഞ്ഞി കിട്ടിയാൽ കുടിക്കുന്നത്, അതുപോലെ അത് മുഴുവൻ വടിച്ചു കുടിക്കുന്നത് കാണാമായിരുന്നു. പട്ടിണി കിടന്ന്, അതായത് നോമ്പ് നോൽക്കുന്ന ആളുകൾക്ക് ഇത്തരം കഞ്ഞികൾ കിട്ടുമ്പോൾ അവർ ആ സമയത്ത് വിശപ്പകറ്റാൻ വേണ്ടി കാണിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ സുരേഷ് ഗോപിയെ പോലെ 4 നേരം ഭക്ഷണം കഴിക്കുന്ന ആളുകൾ നോമ്പ് തുറ വേളയിൽ കിട്ടിയ ഈ തരിക്കഞ്ഞി ഇങ്ങനെ വടിച്ചു കുടിക്കുന്നത് കാണുമ്പോൾ നമുക്ക് ഈ നാടകം മനസ്സിലാക്കാൻ കഴിയും എന്ന് തന്നെയാണ് KB ഗണേഷ് കുമാർ സുരേഷ് ഗോപിയെ അതിനിശ്ചിതമായി വിമർശിച്ചുകൊണ്ട് സംസാരിച്ചത്. ഇതിന് കൃത്യമായ രീതിയിൽ തന്നെയാണ് സുരേഷ് ഗോപി മറുപടി പറഞ്ഞത്. പടച്ചോന്റെ ഓരോ അരിമണിയും അത് നഷ്ടപ്പെടുത്താൻ പാടില്ല എന്ന് ഞാൻ എൻ്റെ അച്ഛനെ കണ്ട് പഠിച്ചയാളാണ്. ഞങ്ങൾ വീട്ടിൽ ഭക്ഷണം കഴിക്കുന്നതും അങ്ങനെ തന്നെയാണ്. ഒരു അരിമണി പോലും നമ്മൾ വെറുതെ കളയാൻ പാടില്ല, പാഴാക്കി കളയാൻ പാടില്ല. അതുകൊണ്ട് ഞങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ അവസാനം പാത്രത്തിൽ അവശേഷിക്കുന്നത് പോലും വടിച്ച് കഴിക്കാറാണ് ശീലം. ഇത് ഞാൻ എൻ്റെ അച്ഛനെ കണ്ട് പഠിച്ചതാണ്. എൻ്റെ കുട്ടികളോടും ഞാനിത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. പടച്ചോൻ്റെ ഒരു അരിമണിയും നമ്മൾ പാഴാക്കി കളയാൻ പാടില്ല. ഇത് ഞാൻ നാടകം കളിച്ചതല്ല. ഇതിനെ നാടകം എന്ന് വിശേഷിപ്പിക്കുന്ന ആളുകളോട് ഞാൻ എന്ത് മറുപടിയാണ് പറയേണ്ടത് എന്നാണ് KB ഗണേഷ് കുമാറിൻ്റെ പ്രസംഗത്തെ അധികരിച്ചുകൊണ്ട് സുരേഷ് ഗോപി സംസാരിച്ചത്. എന്തിനാണ് ആളുകൾ ഇത്തരത്തിലുള്ള രാഷ്ട്രീയം കളിക്കുന്നത് എന്ന് തനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് തന്നെയാണ് KB ഗണേഷ് കുമാറിനെ ഉദ്ദേശിച്ചുകൊണ്ട് സുരേഷ് ഗോപി പറഞ്ഞത്. സുരേഷ് ഗോപി മാതാവിന് ഒരു കിരീടം കൊടുത്തു കഴിഞ്ഞാൽ അത് വിവാദമാകുന്നു. കുറേ മാസങ്ങൾക്ക് മുമ്പ് തൃശ്ശൂരിൽ ഒരു ചടങ്ങുമായി ബന്ധപ്പെട്ട് ലൂർദ് മാതാവിൻ്റെ പള്ളിയിൽ ചെന്നപ്പോൾ അവിടുത്തെ വികാരി അച്ഛനോട് താൻ സംസാരിച്ച കാര്യമാണ് തൻ്റെ ത്രാണിക്കനുസരിച്ച് താൻ ഒരു കിരീടം അവിടെ മാതാവിന് സമർപ്പിക്കുക എന്നുള്ളത്. വികാരി അച്ഛൻ പള്ളിയുടെ കമ്മിറ്റിയുമായി ആലോചിച്ചതിന് ശേഷം തനിക്ക് അതിന് അനുവാദം നൽകി. താൻ അന്ന് വികാരി അച്ഛനോട് പറഞ്ഞതിന് പ്രകാരം തന്നെയാണ് ഒരു കിരീടം നിർമ്മിച്ചത്. തനി തങ്കത്തിൽ തീർത്തൊരു കിരീടമാണ് താൻ മാതാവിന് വയ്ക്കുന്നതെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല, വികാരി അച്ഛനോട് പറഞ്ഞിട്ടില്ല. ഇതൊക്കെ എന്തിനാണ് ഇത്രത്തോളം ഇങ്ങനെ വിവാദമാക്കുന്നത് എന്ന് തനിക്ക് മനസ്സിലാകുന്നില്ല എന്നുകൂടി സുരേഷ് ഗോപി ചേർത്ത് പറയുന്നു.
ഞാൻ പൊതു ഖജനാവിലെ പണം ഉപയോഗിച്ചുകൊണ്ടല്ല ലൂർദ് മാതാവിന് ഒരു കിരീടം ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ ജനങ്ങളിൽ നിന്ന് പിരിവെടുത്തുകൊണ്ടല്ല, തൻ്റെ അധ്വാനത്തിൽ നിന്ന് ഉണ്ടാക്കിയ പണം കൊണ്ടാണ് എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത്. അതിന് ഇങ്ങനെ ഒരു പബ്ലിക് ഓഡിറ്റിംഗ് എല്ലാം ഉണ്ടാക്കിയതിൻ്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. എന്തിനാണ് മനുഷ്യൻ ഇത്ര കണ്ട് തരം താഴ്ന്നു പോണത് എന്ന് മനസ്സിലാകുന്നില്ല എന്ന് കൂടിയാണ് സുരേഷ് ഗോപി ഗണേഷ് കുമാറിൻ്റെ പേരെടുത്ത് പറയാതെ വിമർശിച്ചത്. ഞാൻ എൻ്റെ അച്ഛനെ കണ്ടാണ് പഠിച്ചത്. എൻ്റെ അച്ഛൻ വളരെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളെല്ലാം നിറഞ്ഞ ജീവിതം നയിച്ച മനുഷ്യനാണ്. പക്ഷേ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം, അതായത് ഗണേഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം, അദ്ദേഹം മന്ത്രികുമാരനായിരുന്നു. സുഭിക്ഷതയിൽ വളർന്ന ആളാണ്, സുഖലോലുപതയിൽ വളർന്ന ആളാണ്, സമ്പന്നതയിൽ വളർന്ന ആളാണ്. ഇത് KP ഗണേഷ് കുമാറിനെ പേരെടുത്ത് പറയാതെ തന്നെയാണ് സുരേഷ് ഗോപി പറഞ്ഞത്. അതുകൊണ്ട് എൻ്റെയും അദ്ദേഹത്തിൻ്റെയും ജീവിത രീതികളും പശ്ചാത്തലങ്ങളും പെരുമാറ്റ രീതികളും വ്യത്യാസമുണ്ടാകും. ഞാൻ ഒരു അരിമണി പോലും പാഴാക്കരുത് എന്ന തത്വത്തിൽ വിശ്വസിക്കുന്ന ഒരു മകൻ്റെ അച്ഛനാണ്. ഞങ്ങൾ അങ്ങനെ ശീലിച്ചു വളർന്നതാണ്. അതുകൊണ്ടാണ് നോമ്പുതുറ സമയത്ത് കിട്ടിയ കഞ്ഞി ഞാൻ അങ്ങനെ കൈകൊണ്ട് വടിച്ചു കഴിച്ചത്. ഇതിൽ ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അതിന് ഞാൻ എന്ത് പറയാനാണ് എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത്. രാഷ്ട്രീയമായി വിരുദ്ധ ചേരിയിൽ നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് ഒരാൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയെയും ഇങ്ങനെ മ്ലേച്ഛമായ രീതിയിൽ പ്രതികരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ എന്താണ് അതിനൊരു അടിസ്ഥാനം എന്നുകൂടിയാണ് സുരേഷ് ഗോപി ചോദിക്കുന്നത്. സുരേഷ് ഗോപി ഒരു പൊതുയോഗത്തിൽ പ്രസംഗിക്കുമ്പോൾ വളരെ വൈകാരികമായി തന്നെയാണ് ഇത്തരത്തിൽ KP ഗണേഷ് കുമാറിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് സംസാരിച്ചത്. എന്നാൽ പ്രസംഗത്തിൽ ഒരിടത്ത് പോലും KP ഗണേഷ് കുമാറിൻ്റെ പേരെടുത്ത് അദ്ദേഹം പരാമർശിച്ചിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത. സുരേഷ് ഗോപി ഒരു പൊതുയോഗത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുമ്പോൾ വളരെ വൈകാരികമായി പറഞ്ഞ ഈ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. 77 മുതൽ ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലം തൊട്ട് കൊല്ലത്ത് വളരെ പേര് കേട്ട അബ്ദുൽ ഖാദർ ആൻഡ് സൺസ് എന്ന് പറയുന്ന ഒരു മുസ്ലിം കുടുംബം, അതിൽ സുലൈമാൻ മാമൻ എന്ന് പറയുന്ന ഞങ്ങളുടെ കുടുംബാംഗത്തെ പോലെയുള്ള സുലൈമാൻ മാമൻ്റെ മക്കള് എന്നേക്കാൾ മൂത്തതാണെങ്കിലും അവരെൻ്റെ അടുത്ത സുഹൃത്തുക്കളാണ്. അതിലെ മൂത്ത മകൻ നജുമുദ്ദീൻ എൻ്റെ ഗോഡ് ഫാദറാണ്. എൻ്റെ സിനിമയിലേക്കുള്ള വരവിനെ അച്ഛൻ തടുത്ത് എന്നെ എൻ്റെ വീടിനടുത്തുള്ള ക്ഷേത്രത്തിലെ ഉത്സവം നടക്കുന്ന രാത്രിയിൽ സിനിമയ്ക്ക് ഞാൻ പോകും എന്ന് പറഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിൽ എന്നെ ഇട്ട് ചവിട്ടിക്കൂട്ടിയ രാത്രിയിൽ വന്ന് വീട്ടിൽ നിന്ന് വിളിച്ചിറങ്ങിക്കൊണ്ടുപോകുന്നത് ഈ നജുമുദ്ദീനാണ്. 76 മുതൽ അവരുമായിട്ടുള്ള വളരെ അടുത്ത അസോസിയേഷനാണ്. കാരണം ഞാൻ കോളേജിലായി ഫസ്റ്റ് പ്രീ ഡിഗ്രി കഴിഞ്ഞപ്പോഴേക്കും എനിക്കൊരു അധിക സ്വാതന്ത്ര്യം കിട്ടി. SFIയുടെ ഒരു മെമ്പറുമായിരുന്നു. അപ്പോൾ ആ ഒരു ധൈര്യവും കാര്യങ്ങളും എൻ്റേതായ ഫ്രണ്ട്ഷിപ്പ് സർക്കിൾ ഞാൻ തേടാൻ തുടങ്ങിയപ്പോൾ ഞാൻ ചെന്ന് പെട്ടെന്ന് എൻ്റെ അച്ഛൻ്റെ സുഹൃത്തിൻ്റെ മക്കളുടെ വലയത്തിലാണ്. അപ്പോൾ ഏതാണ്ട് 77-78 കാലഘട്ടം മുതൽ നോമ്പ് നോക്കുന്ന ആളാണ് ഞാൻ. എനിക്ക് ബിസ്മി ചൊല്ലി തന്നെ നോമ്പ് തുറക്കാനും അറിയാം. ഒരു സലാം പറഞ്ഞാൽ തിരിച്ച് അലൈക്കും സലാം അല്ലെങ്കിൽ സലാം എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ആളല്ല ഞാൻ. അതിന് ഫുൾ ടെക്സ്റ്റ് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. അപ്പോ പടച്ചവൻ തന്ന അരിമണി പാഴാക്കരുത് എന്ന് പറയുന്നത് ജീവിതത്തിൽ തത്വം ആക്കിയിരിക്കുന്ന വ്യക്തിയാണ്. അത് എൻ്റെ അച്ഛനെയും ഞാൻ കണ്ടുപഠിച്ചിട്ടുണ്ട്, എൻ്റെ മക്കൾ എന്നെയും കണ്ടുപഠിച്ചിരിക്കുന്നു. എല്ലാവരും കഴിക്കുന്ന പാത്രം വിരൽ വെച്ച് വടിച്ച് വിരലുകൾ മുഴുവൻ വൃത്തിയാക്കി, അങ്ങനെ ഒരു പാരമ്പര്യം തന്നെയാണ്. അതൊക്കെ വളരെ മ്ലേച്ഛകരമായ രീതിയിൽ പ്രതിരോധിക്കാനും ഉദ്ദേശിച്ചിട്ടില്ല, പ്രതികരിക്കാനും ഉദ്ദേശിച്ചിട്ടില്ല. രാഷ്ട്രീയത്തിന്റെ പേരിൽ ഇങ്ങനെയുമോ? അതെന്ത് രാഷ്ട്രീയമാണ് എന്ന് നിങ്ങൾ ചിന്തിക്കണം. മാതാവിന് കൊടുത്ത കിരീടം എൻ്റെ ത്രാണിക്കനുസരിച്ചാണ് ഞാൻ ചെയ്തത്. നമ്മൾ നേർച്ച നേരുന്ന അങ്ങനെയാണല്ലേ. താമര മുട്ട് വെച്ച് തുലാഭാരം നടത്തുന്നവരുണ്ട്. തങ്കം വെച്ച് ആരെങ്കിലും ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കൊടിമരം എങ്ങനെയാണ് നിർമ്മിക്കുന്നത്? ക്ഷേത്രത്തിലെ വലിപ്പം കൂടിയ ഉപകരണങ്ങളൊക്കെ സ്വർണത്തിൽ നിർമ്മിക്കുന്നത് എങ്ങനെയാണ്? അതുപോലെ തന്നെയാണ് കിരീടവും നിർമ്മിച്ചിട്ടുള്ളത്. ഇതിനൊരു സോഷ്യൽ ഓഡിറ്റിന് എവിടെയാണ് പോസിബിലിറ്റി ഉള്ളത്? ഞാൻ ഗവൺമെന്റ് എക്സ്ചക്കറിൽ നിന്നുള്ള പണം എടുത്തല്ല അത് ചെയ്തിരിക്കുന്നത്.
ഞാൻ എൻ്റെ MP ഫണ്ടിൽ നിന്ന് എടുത്തല്ല അത് ചെയ്തിരിക്കുന്നത്. ഞാൻ ജനങ്ങളുടെ അടുത്ത് നിന്ന് ഒരു നയാ പൈസ പിരിവ് നേടിയല്ല ഞാനത് ചെയ്തിരിക്കുന്നത്. വളരെ വിചിത്രമാണ് ഇതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് അവർ മിസ്കോട്ട് ചെയ്യുന്നത്. ഞാൻ കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ ആ പള്ളിയിൽ പോയപ്പോൾ അവിടെ ഒരു കിരീടം കണ്ടു. അച്ഛൻ ഇതിനേക്കാൾ മെനയായിട്ട് ഞാൻ ഒരെണ്ണം ചെയ്തു തരട്ടെ, അതിങ്ങനെ ആയിരിക്കും ചെയ്യുന്നതെന്ന് അദ്ദേഹത്തോട് നല്ല വടിവത്ത ഭാഷയിൽ കൃത്യമായി, അതെന്റെ സ്വഭാവം തന്നെയാണ്, ഞാൻ അങ്ങനെ പറയും, 2-3 പ്രാവശ്യം പറയും. പറഞ്ഞ് അദ്ദേഹം സമ്മതിച്ചതും അദ്ദേഹം അവിടെ വെച്ച് തന്നെ അവിടെ ഉണ്ടായിരുന്ന അംഗങ്ങളോട് അനുവാദം വാങ്ങി എനിക്ക് തന്നു. എങ്കിലും അളവെടുക്കാൻ ആശാരി ചെന്നപ്പോൾ അനുവദിച്ചില്ല. അപ്പോൾ അച്ഛനാണ് ഇടപെട്ട് അളവെടുപ്പിച്ച് കൃത്യമായി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതിനേക്കാൾ മെനയായിട്ട് അത് ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതെൻ്റെ മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് എൻ്റെ നേർച്ചയായിരുന്നു. അതിനെ എങ്ങനെയൊക്കെയാണ് അവഹേളിച്ചത്.